ഏഴാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. മോദി മത്സരിക്കുന്ന വാരണാസി അടക്കം 57 മണ്ഡലങ്ങൾ ജനവിധി തേടും. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ജൂൺ 1 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 57 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആറാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബിജെപിക്ക് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെ വിലയിരുത്താം? ആര്യ, തീർച്ചയായും ഏഴാം ഘട്ട വോട്ടെടുപ്പും ഏറെ പ്രധാനം ഉള്ള ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് 57 ലോക്സഭാ സീറ്റുകളിലേക്ക് എന്ന് പറയുമ്പോൾ 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള നിരവധി VIP മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പഞ്ചാബിൽ ഒറ്റഘട്ടമായി 13 സീറ്റുകളിലേക്കും ഈ ഏഴാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അതുകൂടാതെ ഉത്തർപ്രദേശിൽ 13 സീറ്റുകളിലേക്ക്, ബീഹാറിൽ 8 സീറ്റുകളിലേക്ക്, ബംഗാളിൽ 9, ജാർഖണ്ഡ് 3, ഹിമാചൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഈ ഒരു അവസാന വട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി തന്നെയാണ്. വാരണാസി എല്ലാ നിലയും ഇന്നിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഈ പ്രചരണം എല്ലാ നിലയും ശക്തമാക്കിയിരിക്കുന്നത്. നാളെയാണ് ഈ ഏഴാം ഘട്ടത്തിൻ്റെ പരസ്യ പ്രചരണം അവസാനിക്കുക. 31 നിശബ്ദ പ്രചാരണവും 1-ാം തീയതി ജൂൺ 1 വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അങ്ങനെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അവസാനിക്കുകയാണ്. ജൂൺ 4 ഈ അന്തിമമായ ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഈ ഒരു ഏഴാം ഘട്ടത്തിൽ മറ്റ് ബംഗാളിലേക്ക് നോക്കിയാൽ അവിടെ BJPയും തൃണമൂലും കോൺഗ്രസും എല്ലാ നിലയും മത്സരിക്കുന്ന CPIയും എല്ലാ നിലയും അങ്ങനെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 8 മണ്ഡലങ്ങളാണ് ബംഗാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പുള്ളത്. ബീഹാറിലും CPI മത്സരിക്കുന്ന ആര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു. അതുകൂടാതെ ഹിമാചലിൽ ഈ ബോളിവുഡ് നടി കങ്കണ റണാവത്തും വിക്രമാദിത്യ സിംഗും ഏറ്റുമുട്ടുന്ന മണ്ഡി മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട താരങ്ങളും നേതാക്കളും മത്സരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഏഴാം ഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ വലിയ ഇടിവ് BJP സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് ഓരോ ഘട്ടത്തിലും പോളിംഗ് ശതമാനം ഉയരുമെന്ന് BJP പ്രതീക്ഷിക്കുമ്പോഴും ഏറെ നേട്ടം കൈവരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വളരെ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആറാം ഘട്ടത്തിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 61.22% മാത്രമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതെല്ലാം തന്നെ BJPക്ക് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഒരു പരസ്യ പ്രചാരണം അതീവ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി എല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ UPയിലും മറ്റുമെല്ലാം തന്നെയും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഇന്നും സംസാരിക്കുകയും ചെയ്യും. എന്തായാലും മോദി പതിവ് പോലെ വർഗീയ പരാമർശവും വിദ്വേഷ പ്രസംഗവുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ ഇനി 31-ാം തീയതിയും 1-ാം തീയതിയും ഇനി തമിഴ്നാട്ടിലെ വിവേകാനന്ദ പാറയിൽ, അതായത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ അന്ന് ധ്യാനത്തിലിരിക്കുമെന്നും മോദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ചില ഗിമ്മിക്സുകളും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മാരിയ. ശരി, സിബി ജോസഫാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ നൽകിയത്.